കൊട്ടാരക്കരയ്ക്ക് വേണ്ടി വാദിക്കാൻ ആളില്ലാത്തത് ജില്ലാ ആശുപത്രി പദവി തുലാസിലാക്കാൻ കാരണമാകുന്നു. കൊല്ലം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കുന്നതോടെ കൊല്ലം താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു തുടങ്ങി. എല്ലാ ഭൌതിക സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ഇക്കാര്യത്തിൽ തഴയപ്പെടുമെന്നാണ് സൂചന. ജില്ലയിലെ ചില പ്രതിനിധികൾ ജില്ലാ ആശുപത്രി സ്വന്തം നാട്ടിലാക്കാൻ ശ്രമിക്കുന്നതാണ് കൊട്ടാരക്കരയ്ക്ക് വിലങ്ങുതടിയാകുന്നത്. 2 ദേശീയ പാതകൾ സംഗമിക്കുന്ന കൊട്ടാരക്കരയിൽ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിട്ട് വർഷങ്ങളായി. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും അഡ്വക്കേറ്റ് പി ഐഷാപോറ്റി എംഎൽഎയും നിരവധി സംഘടനകളും ഇതു സംബന്ധിച്ച് നിവേദനങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നു. തർക്കങ്ങൾ വന്നതോടെ വിശദാംശങ്ങളുമായി വീണ്ടും നിവേദനം നൽകാനൊരുങ്ങുകയാണ് എംഎൽഎ. ജില്ലാ ആശുപത്രിയായി ഉയർത്താനുള്ള എല്ലാ ഭൌതിക സാഹചര്യങ്ങളുള്ളത് കൊട്ടാരക്കരയ്ക്കാണ്. നിലവിലുള്ള 217 കിടക്കകളും പുതുതായി അനുവദിച്ച 80 കിടക്കകളുമാണ് ഇവിടെയുള്ളത്. സൂപ്രണ്ട് ഉൾപ്പെടെ 25 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. സംസ്ഥാന രക്തശേഖരണം സംഘടിപ്പിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ശേഖരിച്ചു നൽകാൻ കഴിഞ്ഞതും കൊട്ടാരക്കരയിലെ ബ്ലഡ് ബാങ്കിനാണ്. എല്ലാ ആധുനിക സംവിധാനങ്ങളും ബാങ്കിനുണ്ട്. 318 ഏക്കർ സ്ഥലമാണ് ആശുപത്രിക്ക് സ്വന്തമായുള്ളത്. ജില്ലയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, വൃദ്ധസദനം, ലഹരിമോചന കേന്ദ്രം, മോർച്ചറി, ആംബുലൻസ്, ആവശ്യത്തിന് കെട്ടിടങ്ങളും അതിനു വേണ്ടുന്ന സൌകര്യങ്ങളുമുണ്ട്. ജില്ലാ ആശുപത്രിയായി ഉയർത്താൻ വേണ്ടുന്ന സ്ഥല സൌകര്യവും താലൂക്ക് ആശുപത്രിക്കുണ്ട്. കൃത്യമായി വൈദ്യുതി ലഭിക്കാത്തത് കാരണം ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചില ജനപ്രതിനിധികളുടെ തർക്കം ഇതിന് തടസ്സമായിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹനും താലൂക്ക് ആശുപത്രി പോലുമില്ലാത്ത ചവറയിൽ ജില്ലാ ആശുപത്രി വേണമെന്ന ആവശ്യവുമായി മന്ത്രി ഷിബു ബേബി ജോണും രംഗത്ത് വന്നതാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്താനുള്ള പ്രഖ്യാപനം തുലാസിലായത്. ഈ തർക്കങ്ങൾ കൊട്ടാരക്കരയെ ദോഷകരമായി ബാധിക്കും. തർക്കം മുറുകിയാൽ പ്രഖ്യാപനം നീണ്ടുപോകുമെന്നത് ഉറപ്പാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. ആ തീരുമാനത്തിന് ഏറ്റവും കൂടുതൽ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊട്ടാരക്കര താലൂക്ക്. ആ കൊട്ടാരക്കര താലൂക്കിന്റെ സ്ഥിരാകേന്ദ്രമായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയരുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുവാൻ കഴിയും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൌതിക സാഹചര്യങ്ങളുള്ള അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. കൊല്ലം ജില്ലാ ആശുപത്രി ജില്ലാ ജനറൽ ആശുപത്രിയായിട്ട് ഉയരുന്ന സമയത്ത് എന്തുകൊണ്ടും അർഹതപ്പെട്ടത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ് ജില്ലാ ആശുപത്രിയായിട്ട് ഉയരാൻ അർഹതപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രി, ഏറ്റവും കൂടുതൽ 2 ഹൈവേകൾ, കൊല്ലം ചെങ്കോട്ട ദേശീയപാതയും അതോടൊപ്പം തന്നെ കോട്ടയം തിരുവനന്തപുരം ദേശീയപാതയും അടങ്ങുന്ന 2 ദേശീയപാതകളുടെ സംഗമസ്ഥാനം, ജില്ലയുടെ പ്രധാനപ്പെട്ട ഹൃദയഭാഗമായിട്ടുള്ള കൊട്ടാരക്കര താലൂക്കിന്റെ ഹൃദയഭാഗമായിട്ടുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.